Hello students, today we are going to do a numerical problem based on beams. I think deflection beams. ബീമിനുള്ള ഡിഫ്ലക്ഷനുള്ള ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് എ പ്രോബ്ലം. എ ബീം ഓഫ് ലെങ്ത് 6 cm is simply supported at ends and carries two point loads of 48 kN and 40 kN at a distance of 1 meter and 3 meter respectively from the left support. But deflection under each load, maximum deflection, the point at which maximum deflection occurs, given modulus of velocity is 2 into 10 raised to 5 Newton per mm square, I, moment of inertia equal to 85 into 10 raised to 6 millimeter raised to 4. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? ഒരു ബീം തന്നിട്ടുണ്ടല്ലേ, ഒരു ബീം എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ലോഡുണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ലോഡ്, ഇവിടെ ഒരു റിയാക്ഷൻ ലോഡുണ്ട്. ടോട്ടൽ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. 6 ആണ്, 6 മീറ്റർ. ഇനി വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാരീസ് 2 point loads at 48 kN ആൻഡ് 40 kN at a distance of 1 meter and 3 meter respectively. അപ്പോൾ ഇവിടുന്ന് ഒരു 1 മീറ്ററിൽ എന്നുണ്ട് ഒരു 48 kN ലോഡ് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര? 1 മീറ്റർ. ഓക്കെ, ഇനി എന്തുണ്ട്? വീണ്ടും വേറൊരു ലോഡുണ്ട്, 40 kN ലോഡ്. 40 kN ലോഡ് എത്ര ഡിസ്റ്റൻസിലാണ്? 3 മീറ്റർ ഡിസ്റ്റൻസിലാണ്. 3 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സപ്പോർട്ട് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ലെഫ്റ്റ് എന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കാണേണ്ട എന്താണ്? ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ്. അതിപ്പോൾ ഇത് എ ബി ഇട്ട് കഴിഞ്ഞാൽ സി ഡി. ഡിഫ്ലക്ഷൻ ഈച്ച് ലോഡ് എന്ന് വെച്ചാൽ വൈ സി, സിയിലുള്ള ഡിഫ്ലക്ഷനും വൈ ഡിയും കാണണം. മാക്സിമം വൈ മാക്സ് കാണണം. വൈ മാക്സ് ഒക്കോർ ചെയ്യുന്ന പ്ലേസ് എന്ന് വെച്ചാൽ എക്സ് മാക്സ് ആണ്. കറസ്പോണ്ടിങ് വൈ മാക്സ് ഒക്കോർ ചെയ്യുന്ന കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എക്സ് കാണണം. ഇത്രയും കാര്യങ്ങൾ കാണണം, 4 കാര്യങ്ങൾ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ആർ എ ആർ ബി കാണാം. ആർ എയും ആർ ബിയും കാണണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർ എ ആർ ബി നിങ്ങൾക്കറിയാം. ആർ എ പ്ലസ് ആർ ബി എന്തായിരിക്കണം? ആർ എ പ്ലസ് ആർ ബി സം ഓഫ് 48 പ്ലസ് 40 ആയിരിക്കണ്ടേ? എന്ന് വെച്ചാൽ 88 kN ആയിരിക്കണം. ഓൾസോ നമുക്ക് മൊമെൻ്റ് അബൌട്ട് എ അല്ലെങ്കിൽ മൊമെൻ്റ് അബൌട്ട് നമുക്ക് എ കാണാം. ഓക്കെ, എം എ ഈക്വൽ ടു 0 ആയിരിക്കണമല്ലോ. എം എ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് എം എ ഈക്വൽ ടു 0 മീൻസ് എം എ എന്ന് വെച്ചാൽ 48 into 1 പ്ലസ് 40 into 3 മൈനസ് ആർ ബി ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് 0 കിട്ടണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആർ ബി സോൾവ് ചെയ്താൽ 48 പ്ലസ് 120 ഈക്വൽ ടു 168/6 വരും അല്ലേ? 168/6 എന്ന് വെച്ചാൽ ഇത് ചെയ്താൽ 28 വരും. 28 kN വരും. 28 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ എയുടെ വാല്യൂ ആർ എ ഈക്വൽ ടു 88 മൈനസ് 28 എന്നുള്ളത് 60 kN. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ലോഡ്സ് കണ്ടുപിടിച്ചു. റിയാക്ഷൻ ലോഡ്സ് ഇവിടെ കിട്ടി. എത്രയാണ്? എ എന്ന് വെച്ചാൽ 60 ആണ്, 60 kN ആണ്. ആർ ബി എന്ന് വെച്ചാൽ 28 kN. ഓക്കെ, നിങ്ങൾ റിയാക്ഷൻ ലോഡ് കണ്ടുപിടിച്ചു. ഇനി എന്താ കാണേണ്ടത്? നമ്മൾ മെക്കോളേസ് മെത്തേഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് എക്സെൻട്രിക് ലോഡ്, 2 ലോഡ് വരുന്നുണ്ട്, എക്സെൻട്രിക് ആണ്. അപ്പോൾ ബെറ്റർ യൂസ് മെക്കോളേസ് മെത്തേഡ്.
അപ്പോൾ മെക്കോളേസ് മെത്തേഡ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി എൻ്റെ തിയറി പാർട്ട് പഠിച്ചു, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ എഴുതാം. അപ്പോൾ ആദ്യം ഒരു സെക്ഷൻ മെക്കോളേസ് മെത്തേഡിൽ ടേക്ക് എ സെക്ഷൻ ഇൻ ദ ലാസ്റ്റ് പാർട്ടിലാണ് എടുക്കുന്നത്. ലാസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഈ ലോഡ് നമുക്കൊരു 2 ലോഡ് ആ ബീം നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് AC ഉണ്ട്, CD ഉണ്ട്, DB ഉണ്ട് അല്ലേ? ഓക്കെ AC ഉണ്ട്, CD ഉണ്ട്, DB ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? എക്സ് എന്നുള്ളൊരു സെക്ഷൻ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ലെഫ്റ്റ് നിന്നാണ് നമ്മൾ നോക്കുന്നുണ്ട്, അല്ല ലെഫ്റ്റ് നിന്നുള്ള ലാസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ DB ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് x=0 ഈ സെക്ഷനാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ x ആണ്. ഓക്കെ, ഇത് x ആണ്, സ്മോൾ x. അങ്ങനെ x എടുത്തു. ഇനി നമ്മൾ mx എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? ലെഫ്റ്റ് എന്നല്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ എന്തുണ്ട്? RA ഉണ്ട്, RA ഇൻറ്റു എക്സ്. ഓക്കെ, ഈ RA എന്തുണ്ട് ഉണ്ടാക്കുന്നുണ്ട്? ഒരു മൊമെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ x ആണ് നോക്കുന്നത്. അപ്പോൾ RA ഇൻറ്റു എക്സ് പിന്നെ മൈനസ് 48 ഇൻറ്റു എക്സ് എത്ര കിട്ടുക? 48 ഇൻറ്റു എക്സ് മൈനസ് 1. ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. 48 ഇൻറ്റു ഇത് എന്ന് വെച്ചാൽ ടോട്ടൽ എക്സ് നിന്ന് 1 കുറച്ചാൽ പോരെ. അതേപോലെ 40 ഇൻറ്റു എക്സ് മൈനസ് 3. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടുക? എക്സ് നിന്ന് 3 കുറച്ചാൽ മതി. അപ്പോൾ RAX എഴുതാം. ഇത് ഫസ്റ്റ് സെക്ഷനിലാണ്. അപ്പോൾ ഒരു ഡോട്ടർ ലൈൻ കാണിക്കുക. -48 ഇൻറ്റു എക്സ് മൈനസ് 1, വീണ്ടും ഒരു ഡോട്ടർ ലൈൻ. -40 ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, ഇതിൽ RA നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. RAയുടെ വാല്യൂ 60 ആണ്. RA 60 ആണ്. ഓക്കെ, അത് ഓൾറെഡി ഉണ്ട്. ഇനെന്താണ് ഈ MX എന്ന് വെച്ചാൽ എന്താ? MX എന്ന് വെച്ചാൽ EI ഇൻറ്റു d²y/dx² അല്ലേ? അറ്റ് കറസ്പോണ്ടിങ് എക്സ് ഈക്വൽ ടു 60x -48x മൈനസ് 1, വീണ്ടും ഒരു ഡോട്ടർ ലൈൻ, -40 ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇത് ഏത് ഇക്വേഷനാണ്? ഇത് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ്. ഇനി അടുത്തത് സ്ലോപ്പ്. ഇത് d²y/dx² എന്താണ്? കർവേച്ചറാണ്. ഇനി നമുക്കത് സ്ലോപ്പായിട്ട് കാണണമെങ്കിൽ, സ്ലോപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? EI ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy/dx ആവും. 60x എന്താവും? 60x²/2 പ്ലസ് ഒരു C1 വരും. അപ്പോൾ ആദ്യത്തേന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടൂ? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് ഡോട്ടർ ലൈനായിട്ട് സെക്കൻഡ് ടേമിന് ഒന്നും ചെയ്യേണ്ട. 48x മൈനസ് 1 2 ഇടുക. 40x മൈനസ് 3 2 ഇടുക. ഓക്കെ, പിന്നെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഓക്കെ, ഇതൊന്ന് ചുരുക്കിക്കോളൂ. 30. അപ്പോൾ EI d²y/dx² ഈസ് ഈക്വൽ ടു 30. 60/2 30x² പ്ലസ് C1 ആവും. -48/2 എന്താ? 24. -24x മൈനസ് 1 2 ആവും. 40/2 -20x മൈനസ് 3 2 ആവും. ഓക്കെ, ഇനി ഒന്നും കൂടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ, വീണ്ടും ഇൻ്റഗ്രേഷൻ. EI dy/dx ആവും. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 30x³ പ്ലസ് C1x പ്ലസ് C2 വരും അല്ലേ? -24/x മൈനസ് 1 2/3 വരും. /3 വരും.
പിന്നെ വരുന്നത് -20 x - 3 ഹോൾ ക്യൂബ് ബൈ 3 വരും. ഓക്കെ, പിന്നെ ഇതിനെ ഞാനൊന്ന് ചുരുക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇത് dy/dx അല്ല, സോറി എന്താണ് ഇത് dy/dx ആണ്. ഇവിടെ dy/dx ആണ്, ഇവിടെ dy/dx ആണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വീണ്ടും എന്ത് കിട്ടല് y ആണ് കിട്ടുക. y സോറി, ചെറിയൊരു തെറ്റുപറ്റിപ്പോയി, ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy/dx കിട്ടും. ഓക്കെ, ഇവിടെ dy/dx ആണ്, അത് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y കിട്ടും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ I × y ഈസ് ഈക്വൽ ടു 30/3 10 ആവും, -24/3 8 ആവും, -20/3 അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ 10x ക്യൂബ് പ്ലസ് c1x പ്ലസ് c2 ... -8x - 1 ഹോൾ ക്യൂബ് ... -20/3 x - 3 ഹോൾ ക്യൂബ്. ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ എന്താണ് കാണേണ്ടത്? C1ഉം C2ഉം സോൾവ് ചെയ്യണം. C1ഉം C2ഉം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x = 0, ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x = 0, അതായത് പോയിന്റ് എയിൽ എന്തായിരിക്കും? y എന്തായാലും 0 തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ അപ് ടു ഫസ്റ്റ് ഡോട്ടഡ് ലൈൻ, ഫസ്റ്റ് സെക്ഷനിലാണ് x = 0 വരുന്നത്. അതുകൊണ്ട് അപ് ടു ഫസ്റ്റ് ഡോട്ടഡ് ലൈന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി രണ്ട് ടേമും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര മാത്രം എടുത്താൽ മതി. ഏത്? ആദ്യത്തെ ഈ പോർഷൻ മാത്രം, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാത്രം എടുത്താൽ മതി. സോറി ഇതല്ല, എന്നാൽ ഈ ഫസ്റ്റ് ഡോട്ടഡ് ലൈൻ വരെയുള്ള മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ EIY എന്ന് വെച്ചാൽ EI × y 0 അല്ലേ? 0 ഈസ് ഈക്വൽ ടു, ഇവിടെ x 0, ഇവിടെ x 0, അപ്പോൾ C2 0 കിട്ടും. 0 + 0 + C2, അപ്പോൾ C2 എന്തായി? 0 ആയിപ്പോയി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ C2 0 ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇത് C2 കളഞ്ഞു. ഇനി ഞാൻ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചാൽ അറ്റ് x = 6, അതായത് അപ്പുറത്തെ അറ്റത്ത് B എന്നുള്ള പോയിന്റിലും ഡിഫ്ലക്ഷൻ എന്താണ്? y = 0 തന്നെയാണ്. പക്ഷെ ഇത് തേർഡ് സെക്ഷൻ അല്ലേ? തേർഡ് സെക്ഷനാണ്. തേർഡ് സെക്ഷനിലെ പോയിന്റ് ആയതുകൊണ്ട് അപ് ടു ഫൈനൽ, ഫുൾ പാർട്ട്, എല്ലാ പാർട്ടിലും, ഈ കംപ്ലീറ്റ് പാർട്ടിലും എന്ത് ചെയ്യണം? ഈ തേർഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പാർട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം അത് തേർഡ് സെക്ഷനിലാണ് അത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് x = 0, y = 0, x = 6, y = 0 ആണെങ്കിൽ EI × 0 ഈസ് ഈക്വൽ ടു 10 × x³ 6³ ആവും, പ്ലസ് C1 × 6 ആവും. ഓക്കെ, -8 × 6 - 1 ഹോൾ ക്യൂബ് ആവും, -20/3 × 6 - 3 ഹോൾ ക്യൂബ് ആവും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി? 0 ആയിപ്പോയി. 0 ഈസ് ഈക്വൽ ടു 2160 + 6C1 -8 × 5³ വെച്ചാൽ ഓക്കെ 1000 വരും. -6 - 3 എന്ന് വെച്ചാൽ 3³ എന്ന് വെച്ചാൽ -20 × 3² എന്ന് വെച്ചാൽ 6. ഓക്കെ, 3² 9 അല്ലേ? ഓക്കെ, 180 വരും. ഓക്കെ, ഇത് 180 വരും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ C1 ഈസ് ഈക്വൽ ടു അറൗണ്ട് -980/6 എന്ന് വരും. ഓക്കെ, അത് വാല്യൂ -163.33 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളെ ഇക്വേഷൻ EIY ഈസ് ഈക്വൽ ടു 10x³ - 160, C1 x ആണ്, 33x
മൈനസ് 8x-1 ഹോൾ ക്യൂബ് മൈനസ് 20/3x-3 ഹോൾ ക്യൂബ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് കാണാം? ഇനി ഈ ഇക്വേഷൻ നമുക്ക് അറ്റ് വൈ സി ആണ്. വൈ സി എന്ന് വെച്ചാൽ y at x = 1 അല്ലേ? അപ്പോൾ ഈ YC എന്ന് വെച്ചാൽ 10 × x-ന് 1 കൊടുക്കാം. 1³ - 163.33. എവിടം വരെ കണ്ടാൽ മതി? ഇത് ഫസ്റ്റ് സെക്ഷൻ ആണ്. ഫസ്റ്റ് സെക്ഷൻ അല്ലേ? ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് അപ് ടു ഫസ്റ്റ് ഡോട്ടർ ലൈൻ മാത്രം കണ്ടാൽ മതി. അപ് ടു ഫസ്റ്റ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ പോയിന്റ് അതാണ്, അപ് ടു ഫസ്റ്റ്. അപ്പോൾ ബാക്കി വേണ്ട. അപ്പോൾ അപ് ടു ഫസ്റ്റ് ഡോട്ടർ ലൈൻ. അങ്ങനെയാണെങ്കിൽ YC = 10 × 1³ - 1. ഓക്കെ, ഇതൊരു 1 - 1533 എന്നുള്ളൊരു വാല്യൂ വരും. ഇൻറ്റു 10⁻². ഓക്കെ, ഇത് ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? അപ്പം ഇതിൻ്റെ വാല്യൂ യൂണിറ്റ് എന്താ വരിക? 10 എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരിക, നമ്മൾ ഫോഴ്സ് എല്ലാം കിലോ ന്യൂട്ടണിലാണ് എടുത്തത്. എക്സ് എന്ന് പറയുന്നത് മീറ്ററിലാണ് എടുത്തത്. 1 മീറ്ററൊക്കെ അല്ലേ എടുത്തത്. അപ്പോൾ ഇത് യൂണിറ്റ് വരെ കിലോ ന്യൂട്ടൺ. മീറ്റർ ആണെങ്കിൽ ഓക്കെ, അത് മീറ്റർ ക്യൂബാണ് വരിക. അപ്പോൾ അതിനെ ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. നമുക്ക് മില്ലിമീറ്റർ ആക്കണം. ഇത് ഉണ്ട്, മില്ലിമീറ്റർ ആക്കണമെങ്കിൽ, കാരണം നമ്മൾ ഇയും ഐയൊക്കെ മില്ലിമീറ്ററിലാണ് തന്നത് അല്ലേ? ഇയും ഐയൊക്കെ മില്ലിമീറ്റർ തന്നുകൊണ്ട് ശ്രദ്ധിക്കണം. യൂണിറ്റ് എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യൂണിറ്റാണ്. ഇൻറ്റു മില്ലിമീറ്റർ ക്യൂബിലാക്കണമെങ്കിൽ, മീറ്ററിന് മില്ലിമീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻9 ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്ടൺ മില്ലിമീറ്റർ ക്യൂബിലാവും. അങ്ങനെ YC എന്ന് വെച്ചാൽ -153.33 × 10⁻12 ഡിവൈഡ് ബൈ EI ഈക്വൽ ടു -153.33 × 10⁻12 ബൈ E എന്താണ്? 2 × 10⁵ ഇൻറ്റു 85 × 10⁶ വരും. ഇതിൻ്റെ ആൻസർ -9, റൗണ്ട് -9 mm വരിക. മൈനസ് എന്ന് പറയുന്നത് എന്താ? താഴേക്ക് ആയതുകൊണ്ട്, ഡിഫ്ലക്ഷൻ താഴേക്ക് ആയതുകൊണ്ട് YC -9 വരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് കാണണം? ഡിഫ്ലക്ഷൻ അണ്ടർ ലോഡ് അറ്റ് പോയിന്റ് D. അപ്പോൾ YD കാണണം. അപ്പോൾ EIYD എന്ന് വെച്ചാൽ എന്താ? 10 × 3³ ആണ്. x 3 ആണ്. അപ്പോൾ x = 3 ആണ് എടുക്കുന്നത്. 3³ - 163.33 × 3 -8 3 - 1 ഹോൾ ക്യൂബ്. കാരണം ഇത് എവിടെയാണ് വരുന്നത്? D വരുന്നത് എവിടെയാണ്? D നമ്മുടെ സെക്കൻഡ് സെക്ഷനിലാണ് വരുന്നത്. സെക്കൻഡ് സെക്ഷൻ ശേഷമാണെങ്കിൽ നമ്മൾ അപ് ടു തേർഡ് ഡോട്ടർ ലൈൻ തേർഡ് വരെ എടുക്കണ്ടു. സെക്കൻഡ് സെക്ഷനിൽ വരുന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് വരെ എടുക്കണ്ടു. അപ്പോൾ അപ് ടു സെക്കൻഡ് പാർട്ട്, അപ് ടു സെക്കൻഡ് ലൈൻ വരെ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ YD = നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുക, ഈക്വയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുക -16.7 mm ആണ്. അപ്പോൾ നിങ്ങൾ യൂണിറ്റൊക്കെ ശ്രദ്ധിക്കണം. ഇത് ന്യൂട്ടണിലേക്ക് മാറ്റണം, മീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, യൂണിറ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈയുടെയും ഐയുടെയും യൂണിറ്റ് മാറ്റിയാലും മതി. എങ്ങനെയായാലും നിങ്ങളെ ഇഷ്ടം പോലെ. പിന്നെ നമുക്ക് കാണേണ്ടത് മാക്സിമം Ymax ആണ് കാണേണ്ടത്. ഡിഫ്ലക്ഷൻ മാക്സിമത്തിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. പക്ഷെ നമുക്കറിയാം അറ്റ് Ymax ആകുമ്പോൾ, വെൻ Y = Ymax ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ dy/dx എന്തായിരിക്കണം? 0 ആയിരിക്കണം. Ymax ആകുന്നിടത്ത് സ്ലോപ്പ് 0 ആയിരിക്കും.
അതല്ലേ, മാക്സിമം മിനിമം എനിക്കറിയില്ല. മാക്സിമം ആയാലും മിനിമം ആയാലും ആ dy/dx ആ പോയിന്റിൽ 0 ആയിരിക്കും. പിന്നെ dy/dxൻ്റെ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, dy/dxൻ്റെ ഇക്വേഷൻ, ഓക്കെ, ഇതാണ് dy/dxൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒന്ന് എടുത്തു നോക്കുക. ഈ dy/dx എന്നുള്ള ഇക്വേഷനിൽ നിങ്ങൾ എങ്ങനെ നോക്കിയാലും നമ്മളെ മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് വരിക? സിയുടെയും ഡിയുടെയും ഈ സെക്ഷനിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക, അല്ലേ? ഈ സെക്ഷനിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. എങ്ങനെയായാലും ഇങ്ങനെ ഒരു ബൾജ് ഉണ്ടാവാൻ സാധ്യത. ഡിഫ്ലക്ഷൻ ഇവിടെ എങ്ങനെയായിരിക്കും മാക്സിമം വരിക. അപ്പോൾ നമ്മൾ dy/dxൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ, ഓക്കെ, ഇതാണ് dy/dxൻ്റെ ഇക്വേഷൻ. ഇതിൽ ഫസ്റ്റ് 2 ടേംസ് നമ്മൾ അത് സിയുടെയും ഡിയുടെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 2 ടേം മാത്രമേ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ കേസിൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എഴുതുക, കുറച്ച് ട്രിക്കിയാണ് അത്, ആ പോയിന്റ് കിട്ടണം. അപ്പോൾ ei dy/dx ഈസ് ഈക്വൽ ടു 0 ആവണം, അല്ലേ? അല്ലെങ്കിൽ 0 ആവണം, ഇത് 0 ആവണം. 0 ആവണമെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? 30x² പ്ലസ് c1 മൈനസ്, അല്ലേ, 24. ആദ്യത്തെ 2 ടേം ഇത്രയേ വരും. ആദ്യത്തെ 2 ടേം മാത്രമേ നോക്കേണ്ട ആവശ്യമില്ല. അത് ഈക്വൽ ടു 0 ആവണം. എന്ന് വെച്ചാൽ 30x² പ്ലസ് അല്ല, സിയുടെ വാല്യൂ എന്താ? 163.33 മൈനസ് 24x മൈനസ് 1 ഹോൾ സ്ക്വയർ 0 ആവണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കറസ്പോണ്ടിങ് എക്സ് കിട്ടും. എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നതിൽ കറസ്പോണ്ടിങ് എക്സ് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്താൽ 30x² മൈനസ് 163.33 മൈനസ് 24 into x² മൈനസ് 2x പ്ലസ് 2 ഇങ്ങനെയല്ലേ വരിക? ഇത് സോൾവ് ചെയ്ത് 30x² മൈനസ് 24x എന്ന് വെച്ചാൽ 6x², 24 into മൈനസ് 2 പ്ലസ് 48x വരും. മൈനസ് 24 into 2 വെച്ചാൽ മൈനസ് 48 മൈനസ് 160, സോറി, ഇത് 1 ആണ്, 2 അല്ല, 1 അല്ലേ? മൈനസ് 1 ഹോൾ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ മൈനസ് 163 മൈനസ് 24 വെച്ചാൽ 187.33 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ സോൾവ് ചെയ്താൽ എക്സിന് 2 വാല്യൂ കിട്ടും. ചിലപ്പോൾ ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കുക, 2.87 മീറ്റർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് റൂട്ട് ഒഴിവാക്കാം. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് വരിക, നെഗറ്റീവ് റൂട്ട് ഒഴിവാക്കാം, പോസിറ്റീവ് റൂട്ട് എക്സ് ഈക്വൽ ടു 2.87 കിട്ടും. എക്സ് ഈക്വൽ ടു 2.87 എന്ന് വെച്ചാൽ എവിടെ നിന്ന്? ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും വരും, അല്ലേ? എക്സ് ഈക്വൽ ടു 3, ഇത് 3 ആണ്. അപ്പോൾ സംവർ ഹിയർ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന എക്സ് കിട്ടി, ഏത് പോയിന്റ് ആണെന്ന് കിട്ടി. ഞാൻ കറസ്പോണ്ടിങ് വൈ മാക്സ് സെക്കൻഡ് പൊസിഷനിലല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വൈ മാക്സ് എന്ന് വെച്ചാൽ 10 ഇൻറ്റു വൈ മാക്സ്, വൈ ഇക്വേഷൻ എടുക്കുക. അതിൽ 10 ഇൻറ്റു ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ 10 ഇൻറ്റു 2.87 ഹോൾ ക്യൂബ് മൈനസ് 163.33 ഇൻറ്റു 2.87 മൈനസ് സെക്കൻഡ് എന്ത് വേണം? സെക്കൻഡ് ടേം വേണം. 8 ഇൻറ്റു 2.87 മൈനസ് 1 ഹോൾ ക്യൂബ്. തേർഡ് ടേം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആ പോയിന്റ് വരുന്നത് സെക്കൻഡ് സെക്ഷനിലാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ മാക്സ് എന്നുള്ളതിലെ വാല്യൂ ഓൾമോസ്റ്റ് മൈനസ് 16.745 മില്ലിമീറ്റർ എന്ന് വരും. നിങ്ങൾ യൂണിറ്റെല്ലാം കറക്റ്റ് ചെയ്ത് വൈ മാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മൈനസ് 16.745 എന്ന് വരും.
ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം. യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കണം ഈ മില്ലിമീറ്റർ റേസ്റ്റ് ഫോർ മില്ലിമീറ്റർ ന്യൂട്ടൺ പെർ mm²ലാണ്. അതെന്ന് വെച്ചാൽ മില്ലിമീറ്റർ റേസ്റ്റ് 4ലാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിലോ ന്യൂട്ടണിലാണ്, ഇതൊക്കെ മീറ്ററിലാണ്. അപ്പോൾ യൂണിറ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഞാൻ ഇതിനെന്ത് ചെയ്തു, ഇതിനെ ന്യൂട്ടണാക്കി ഇതിനെ മില്ലിമീറ്റർ ആക്കി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ന്യൂട്ടണും മില്ലിമീറ്ററും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം, ഇങ്ങനെയുള്ള പ്രോബ്ലം ഡിഫ്ലക്ഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു UDL വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഈ സെക്ഷൻ നമുക്ക് നിർത്താം. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ബീം ഓഫ് ലെങ്ത് 8 meter is simply supported at its end. It carries a uniform distributed load of 40 kN as shown in figure. അതുകൊണ്ടാ 40 കംപ്ലീറ്റ് അല്ല, ഒരു സെക്ഷൻ ഈ 4 meter ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് UDL വരുന്നത്. Determine the deflection of the beam at its midpoint and also the position of maximum deflection. പൊസിഷൻ ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ വേണം, മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാണെന്നും കാണണം. ഈയുടെ വാല്യൂ ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫിഗർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വരക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി RA RB ആദ്യം കാണാം. RA RB എങ്ങനെ കാണാം? RAയും RBയും കാണാൻ എന്ത് ചെയ്താൽ മതി, RA + RB എന്തായിരിക്കും? ടോട്ടൽ ലോഡ് എന്ന് വെച്ചാൽ 40 kN/m, സ്മോൾ w ഇൻറ്റു ലെങ്ത് അല്ലേ. ആ ലെങ്ത് എന്ന് വെച്ചാൽ 40 ഇൻറ്റു ലെങ്ത്, ആക്ട് ചെയ്യുന്ന ലെങ്ത് വെച്ചാൽ 4 meter ഇൻറ്റു 4 ചെയ്താൽ 163 kN കിട്ടും. 163 kN കിട്ടും. കാരണം ഇത് kN/m ആണ്, ഇത് മീറ്ററിലാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ kN കിട്ടും. ഓക്കെ. ഇനി നമ്മൾ മൊമെൻ്റ് അബൌട്ട് എ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കൂട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, മൊമെൻ്റ് അബൌട്ട് എ കാണുമ്പോൾ ഇതിനെ നമുക്കൊരു കോൺസെൻട്രേറ്റഡ് പോയിന്റ് ലോഡായിട്ട് മാറ്റാം. ഇത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഈ ഡിസ്റ്റൻസ് 2 ആയിരിക്കും. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത് 40 ഇൻറ്റു ഇതൊരു 160 അല്ലേ, 160 അറ്റ് ഈ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുക. ഇത് ഓക്കെ, RB ഈ ഒരു ലെങ്ത്തിൽ എന്ന് വെച്ചാൽ 8. അങ്ങനെയാണെങ്കിൽ 40 ഇൻറ്റു 4 ആക്ട് ചെയ്ത് 160 ഇൻറ്റു ലെങ്ത് എത്ര ആക്ട് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ലെങ്ത് വെച്ചാൽ 2 + 1 3 മൈനസ് RB ഇൻറ്റു 8 അല്ലേ. 8 എന്ന് വെച്ചാൽ ഓക്കെ, RB ഇൻറ്റു 8 ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0. അങ്ങനെയാണെങ്കിൽ RBയുടെ വാല്യൂ 40 ഇൻറ്റു 4 160 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 480/8 ഈസ് ഈക്വൽ ടു 60 kN എന്ന് കിട്ടും. അപ്പോൾ RA ഈസ് ഈക്വൽ ടു 160 മൈനസ് 60 ആയിരിക്കും. ഇറ്റ് വിൽ ബി 100 kN. നമുക്ക് എന്ത് കിട്ടി? റിയാക്ഷൻ ലോഡ്സ് കിട്ടി. 2 റിയാക്ഷൻ ലോഡ്സ് കിട്ടി. അപ്പോൾ RA ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ഇത് 60 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാം. നമ്മളെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. നമ്മൾ UDLൻ്റെ കേസിൽ ഒരു സ്പെഷ്യൽ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നോക്കാം, ഇതിപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് എന്തില്ലേ UDL ഉള്ളത്. നമ്മൾ മെക്കോളേസ് ഇത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചേഞ്ച് എഴുതുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബീമാണ്, ഈ ലോഡ് നമുക്കറിയാം, ഇത് RA 160 ടോട്ടൽ. ഇവിടെ നിന്നുണ്ട് ഇത് A, ഇത് B കിട്ടും. ഇത് Cന്ന് Dയിലേക്ക് എന്താണ്
ഒരു 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. കിലോ ന്യൂട്ടൺ. ഇനി ഈ ലെങ്ത് എത്ര? 4 ആണ്. ഈ ലെങ്ത് 1 ആണ്. ഇനി നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്ക് ഇത് യൂസ് ചെയ്താൽ UDL നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യുക വെച്ചാൽ ഞാനിത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എവിടത്തം വരെ? B വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതേപോലെ താഴെ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ മുകളിലും 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സെയിം ഇതേ വാല്യൂ ഉള്ള ഇത് ഇവിടെ ആഡ് ചെയ്തു. താഴെ വീണ്ടും ഈ സെക്ഷൻ DB എന്നുള്ള സെക്ഷനിൽ മാത്രം എന്ത് ചെയ്യുന്നു? DB എന്നുള്ള സെക്ഷനിൽ മാത്രം 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ താഴെ മുകളിലും DB എന്നുള്ള സെക്ഷനിൽ താഴെ മുകളിലും 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് ചെയ്താൽ നെറ്റ് എഫക്റ്റ് എന്താണ്? 0 ആണ്. നെറ്റ് എഫക്റ്റ് ഇല്ല. പക്ഷേ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ചെറിയൊരു മാറ്റം വരും. നോക്കിക്കോ, ശ്രദ്ധിച്ചു. അതിന് ഞാൻ സെക്ഷൻ എടുക്കുന്നത് ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ 8 ആണ്. ഞാൻ സെക്ഷൻ എക്സ് എന്നുള്ള സെക്ഷൻ ലാസ്റ്റ് സെക്ഷൻ DB എന്നുള്ള ഇതാണ് എടുക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്താണ് എന്ത്? എക്സ്. അപ്പോൾ EID²y/dx² എന്ന് വെച്ചാൽ എന്താ? MX അല്ലേ? MXൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ ലെഫ്റ്റ് നിന്ന് നോക്കുമ്പോൾ 100 എന്നുണ്ടാക്കുന്നത് 100 ഇൻറ്റു എക്സ് 6 ഇൻറ്റു എക്സ് 100 ഇൻറ്റു എക്സ് ഇത് പോസിറ്റീവ് ആയിരിക്കും, കാരണം സാഗിങ് ആണ്. 100 ഇൻറ്റു എക്സ് ഉണ്ട്. എന്ത് ചെയ്യാം? ഡോട്ട് ഇടാം. സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് ഇവിടുന്ന് എക്സ് എന്ന് സെക്കൻഡ് സെക്ഷനിൽ മാത്രം ആഡ് ചെയ്യപ്പെടുന്ന ഒരു ലോഡാണ്, കണ്ടിന്യൂസ് ലോഡാണ്. ഇത് 40, ഇത് കംപ്ലീറ്റ് 40 ആണ്. അല്ലേ? ഇവിടുത്തെ വരെ 40 ആണ്. കംപ്ലീറ്റ് 40 ആണ്. 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് വെച്ചാൽ എക്സ് എന്ന് 1 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ മൈനസ് ഇത് താഴേക്കാണ്, ഹോഗിങ് ആണ്. അപ്പോൾ -40 ഇൻറ്റു x-1 ആണ് ലോഡ്. ഇതാണ് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററാണ്. സെൻറ്ററിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. അതിൻ്റെ സെൻറ്ററിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ x-1 ആണ്. x-1/2 ആണ് ആ ഡിസ്റ്റൻസ്. അപ്പോൾ x-1/2 ചെയ്താൽ കിട്ടി. ഇനി അപ്പർ ലോഡ്. ഇനി തേർഡ് സെക്ഷനിൽ വരുന്നത് എന്താ? ലോവർ ലോഡ് വരുന്നുണ്ട്. ഈ ലോവർ ലോഡ് എന്താ? ഇത് 40 തന്നെയാണ്, പക്ഷേ ഇത് മുകളിലേക്കാകുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട്, പക്ഷേ ഇവിടെ ഇത് പോസിറ്റീവ് 40 ആണ്. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് ടോട്ടൽ എക്സ് എന്ന് ഈ 5 മൈനസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ x-5 ചെയ്താൽ എന്ത് കിട്ടി? ലോഡ് കിട്ടി. ലോഡ് മാത്രമേ കിട്ടിയിട്ടു. UDL ആയതുകൊണ്ട് ലോഡ് കിട്ടണമെങ്കിൽ റേറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താലേ ലോഡ് കിട്ടും. ഇൻറ്റു ഡിസ്റ്റൻസ് എങ്ങനെയാണ്? x-5/2 ചെയ്താലേ ഡിസ്റ്റൻസ് കിട്ടും. കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് x-5/2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ EID²y/dx² ഈസ് ഈക്വൽ ടു 100x ഒന്നാമത്തെ ലോഡ്, ഒന്നാമത്തെ സെക്ഷൻ, 20x-1² രണ്ടാമത് സിംപ്ലിഫൈ ചെയ്തു, മൂന്നാമത്തത് പ്ലസ് 20x-5² ആണ്. ഇനി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സ്ലോപ്പ് കിട്ടും. EIdy/dx വെച്ചാൽ 100x + C1 വരും അല്ലേ? 100x² C1 വരും. -20/3x-1³ വരും. +20/3 x-5³ വരും അല്ലേ? ഓക്കെ അല്ലേ? ഇനി വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ EIy എന്നുള്ളത്
ഓക്കെ, ഇത് 100/2 50 ആയി. 50x³ 3 ആവും അല്ലേ? 50x³ 3 ആവും. C1x വരും, ഒരു C2 കൂടെ വരും. അടുത്തത് -20/3 ഓൾറെഡി ഉണ്ട്, അത് x-1 4/4 ആവും. +20/3 ഓൾറെഡി ഉണ്ട്, x-5 4/4. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ EIY is equal to 50x³ plus C1x plus C2 minus 5/3 x-1 4/4 plus 5/3 x-5 4. ഇങ്ങനെ ഇക്വേഷൻ. ഇത് നിങ്ങളെന്ത് കാണണം? C1ഉം C2യുടെ വാല്യൂ കാണണം. C1ഉം C2യുടെ വാല്യൂ കാണുമ്പോൾ അറ്റ് ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x=0, BC എന്ന് വെച്ചാൽ ബൗണ്ടറി കണ്ടീഷനാണ്. BC അപ്ലൈങ് BC അറ്റ് x=0 എന്ന് വെച്ചാൽ പോയിന്റ് എ, y എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് അപ് ടു ഏതുവരെ നോക്കണം? അപ് ടു ഫസ്റ്റ് ഡോട്ടർ ലൈൻ, കാരണം ഫസ്റ്റ് സെക്ഷൻ അല്ലേ, അപ് ടു ഫസ്റ്റ് ഡോട്ടർ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഇത് 0 ആയി പോയി. ഈ ഒരു സെക്ഷൻ ഇത് 0, ഇത് 0. C2 എന്തായി? C2 0 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x= എന്താണ്? 8 y0 ആണ്. ഇത് അപ് ടു തേർഡ്, ഇത് കംപ്ലീറ്റ് എടുക്കാം അല്ലേ? അപ് ടു തേർഡ് ടേം, സോറി കംപ്ലീറ്റ് അപ് ടു ലാസ്റ്റ് all three terms അപ്ലൈ ചെയ്യണം. ഓക്കെ, all three terms അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, ഇതിനെല്ലാം അപ്ലൈ ചെയ്യാം. എക്സിനെല്ലായിടത്തും എന്ത് കൊടുക്കുക? C2 ഓൾറെഡി പോയി, എക്സിനെല്ലാം 8 കൊടുക്കുക. എക്സിന് 8 കൊടുക്കുമ്പോൾ 50/3 into 8³ plus C1 8 minus 5/3 8-1 plus 5/3 8-5 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ C1 is equal to -583.33 എന്ന് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് മാറ്റി എഴുതാം? ഇക്വേഷൻ മൈനസ്, ഇവിടെ ഒരു മൈനസ് ആണ്, ഇത് -583.33 x ആവും. C2 0 ആയിപ്പോയി. ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയത്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതേപോലെ ഇവിടെയും വേണമെങ്കിൽ ഇക്വേഷൻ -583.33. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാണേണ്ടത്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് പോയിന്റ്, പിന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റ്, മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡ് പോയിന്റ് വെച്ചാൽ അറ്റ് x=4. അറ്റ് x=4 ടോട്ടൽ 8 അല്ലേ? അപ്പോൾ x=4 y4 is equal to, അപ്പോൾ EIY4 y at x=4 എന്നായിരിക്കും. ഈക്വൽ ടു എന്താ? എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഇക്വേഷനിൽ എക്സിന് എല്ലായിടത്തും 4 കൊടുക്കുക. എവിടെ വരെ കൊടുക്കണം? 4 എവിടെയാണ് വരുന്നത്? 4 വരുന്നത് x=4 എന്ന് വെച്ചാൽ ഇത് 1, ഇത് 3, ഇവിടെ ഈ ഒരു സെക്ഷനിലാണ് വരിക അല്ലേ? ഈ സെക്ഷൻ എന്ന് വെച്ചാൽ സെക്കൻഡ് സെക്ഷൻ, അപ് ടു സെക്കൻഡ് ടേം, 2 ടേം മാറ്റി, അപ് ടു സെക്കൻഡ് ഡോട്ടർ ലൈൻ അല്ലേ? അപ് ടു സെക്കൻഡ് ഡോട്ടർ ലൈൻ മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 50/3 into 4³ ഇടാം, -583.33 into 4 ഇടാം. പിന്നെ അടുത്ത ടേമും കൂടെ വരും, -5/3 4-1 4 വരാം. അപ്പോൾ EIY x=4 എന്നുള്ളത്
-1401.66 ഇത് കിലോ ന്യൂട്ടൺ മീറ്റർ ക്യൂബിലാണ് വരിക. കൊണ്ട് -1401.66 ഇൻറ്റു 10⁻12 ന്യൂട്ടൺ മില്ലിമീറ്റർ ക്യൂബിലേക്ക് മാറ്റാം. അതിന് കാരണം ഇത് രണ്ടും ഇത് ന്യൂട്ടൺ പെർ mm²ലാണ്, ഇത് mm/4ലാണ്. അപ്പോൾ y@x=4 എന്നുള്ളത് -1401.66 ഇൻറ്റു 10⁻12 ആണ്. 10⁻12 ചെയ്യണം. 3 അല്ല 12 ആണ്. കാരണം കിലോ ന്യൂട്ടൺ ആക്കാൻ തന്നെ 10⁻3 വേണം. മീറ്റർ ക്യൂബിനെ മില്ലിമീറ്റർ ക്യൂബ് ചെയ്യാൻ 10⁻9 വേണം. 9ഉം 3ഉം ആഡ് ചെയ്താൽ 12 കിട്ടും. ഡിവൈഡ് ബൈ ഇ എന്ന് വെച്ചാൽ ഇയുടെ വാല്യൂ 2 ഇൻറ്റു 10⁻5, ഐ എന്ന് വെച്ചാൽ 4.5 ഇൻറ്റു 10⁻8. വാല്യൂ y@x=4 എന്നുള്ളത് -16.29 mm വരും. എന്ന് വെച്ചാൽ താഴേക്ക് ഡൗൺവേർഡ്, -7 ഡൗൺവേർഡ്. പിന്നെ നമുക്ക് കാണേണ്ടത് വൈ മാക്സ് കാണും. വൈ മാക്സിൽ dy ബൈ dx അറ്റ് എക്സ് മാക്സ് കറസ്പോണ്ടിങ് എക്സ് മാക്സിൽ, അത് വൈ മാക്സ് ആവുന്ന കറസ്പോണ്ടിങ് എക്സിന് dy ബൈ dx 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് dy ബൈ dxൻ്റെ ഇക്വേഷൻ എടുക്കാം. അത് വരുന്ന ഇക്വേഷൻ ഇതാണ് ആ ഇക്വേഷൻ. പക്ഷേ നമ്മൾ മാക്സിമം ലോഡ് എവിടെയാണ് വരിക? മാക്സിമം ലോഡ് എന്തായാലും സിയുടെയും ഡിയുടെയും അടുക്കേ വരും. മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് എന്തായാലും ഈ ഒരു റേഞ്ചിലായിരിക്കും, സെക്കൻഡ് സെക്ഷനിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡോട്ടർ ലൈൻ വരെ ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ dy ബൈ dx 0 വെച്ചാൽ ei dy ബൈ dxും 0 ആവും. അപ്പോൾ ആ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ 0 = dy ബൈ dxൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത്ര മാത്രമേ എടുക്കണം. ഇത് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് കാണാം. 100x² 2 അല്ലേ, എന്ന് വെച്ചാൽ 50x² -583.33 -20/3x - 1 ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് ഇത് സോൾവ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ക്യൂബിക്കാണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഒന്ന് നോക്കാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ x = എക്സിൻ്റെ വാല്യൂ വരിക 3.83 എങ്ങാണ്ട് വരുന്നത്. 3 റൂട്ട്സ് വരും അതിൽ. ഒക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള റൂട്ട് 3 വാല്യൂസ് ഏതൊക്കെ നോക്കാം. 3.83 ആണ് അതിൻ്റെ കറക്റ്റ് റൂട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മൈനസ് വന്നാൽ പറ്റൂല, ഇപ്പോൾ 8ന് മുകളിലൊക്കെ വന്നാൽ പറ്റൂല, 1ന് താഴെ വന്നാലും പറ്റൂല. നമുക്ക് 1ൻ്റെ 8ൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ വരണം. അപ്പോൾ ആ വാല്യൂ എടുക്കുക. 3.83 എന്നുള്ള വാല്യൂ ആണ് റൂട്ടായിട്ട് കിട്ടുക. അപ്പോൾ കറസ്പോണ്ടിങ് ei ഇൻറ്റു കറസ്പോണ്ടിങ്, അപ്പോൾ എക്സ് മാക്സ് ആണ് ഇത് കിട്ടിയത്. മാക്സിമം ഡിഫ്ലക്ഷൻ 3.83 വരിക. വൈ മാക്സ് എന്നുള്ളത് ഇക്വേഷൻ 50/3 ഇൻറ്റു 3.83 ക്യൂബ് മൈനസ് സെക്കൻഡ് ടേം വരെ ഉണ്ട് അല്ലേ, 583.33 ഇൻറ്റു 3.83 മൈനസ് സെക്കൻഡ് ടേം വരെ ഉണ്ട്, -5/3 3.83 -1 ഹോൾ റേസ്റ്റ് ടു 4. സോൾവ് ചെയ്യുക. വൈ മാക്സ് ഈ അറിയാം, ഐ അറിയാം. വൈ മാക്സിൻ്റെ വാല്യൂ -16.33 ആണ് വരിക. 33 ആണ്. ഇത് മിഡ് പോയിൻ്റ് തൊട്ട് ബാക്കിലാണ് വരിക. മിഡ് പോയിൻ്റ് 4 അല്ലേ, മിഡ് പോയിൻ്റ് തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് വരിക. അവിടെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. അപ്പോൾ നിങ്ങൾ UDL എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം അവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ, ഇവിടെ കണ്ട ഇവിടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പ് വന്നാൽ അത് ഇക്വേഷൻ എഴുതുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അതിനെക്കാട്ടി ബെറ്റർ നിങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്യുക, അത് കറസ്പോണ്ടിങ് താഴെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക്
ഡിഫ്ലക്ഷൻ കാണുന്നത് മതി. അടുത്ത സ്ട്രെയിൻ എനർജിയാണ് ഇപ്പോൾ ഈ സെഷൻ നിർത്തും. താങ്ക് യു.